ഏറ്റവും പ്രധാനം സർക്കാരിന് ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രതിസന്ധി തുല്യതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുൻ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ നമ്മളിത് പരിശോധിക്കുമ്പോൾ നിലവിൽ ഈ 9 അംഗ ഭരണഘടനാ ബെഞ്ച് ഈ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊതുവിലാണ് പരിഗണിക്കുന്നത്. അതിൽ ശബരിമല മാത്രമല്ല മറ്റു വിഷയങ്ങളുമുണ്ട്. സ്വാഭാവികമായും ഈ ഭരണഘടനാ ചോദ്യങ്ങൾക്ക് സംസ്ഥാന സർക്കാർ മറുപടി നൽകുന്നതോടുകൂടി ഈ വിഷയം വീണ്ടും ശബരിമലയിലെ റിവ്യൂ പരിഗണിക്കുന്ന 5 അംഗ ബെഞ്ചിലേക്ക് മടങ്ങിപ്പോകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ മാത്രമല്ലേ സംസ്ഥാന സർക്കാരിന് ഒരു ഡയറക്റ്റ് ഉത്തരം അതിൽ നൽകേണ്ടതായുള്ളൂ? തീർച്ചയായിട്ടും വസ്തുത, അതായത് ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിലിപ്പോൾ ഈ വാദങ്ങൾ നൽകുമ്പോൾ അത് സ്വാഭാവികമായും സുപ്രീം കോടതി പരിശോധിക്കാൻ ഒരുങ്ങുന്ന ആ 7 ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കണം കക്ഷികൾ വാദങ്ങൾ നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ഇത്തരമൊരു കാര്യങ്ങളിൽ, അതായത് ഈ യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ നേരിട്ട് ഇവിടെ ഒരു ഉത്തരം നൽകേണ്ട സാഹചര്യമില്ല. മറിച്ച് അതിന് ഈ വാദം ആരംഭിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ അല്ലെങ്കിൽ എന്താണ് സർക്കാരിന്റെ അക്കാര്യത്തിലെ നിലപാട് എന്ന് സുപ്രീം കോടതി ചോദിച്ചാൽ അവിടെ സർക്കാരിന് കൃത്യമായ നിലപാട് നൽകേണ്ടി വരും. അവിടെയാണ് ഇതിന്റെ ഏറെ പ്രാധാന്യം അർഹിക്കുന്നത്. അതായത് 2007 സർക്കാർ അറിയിച്ച കാര്യമെന്നുള്ളത് ശബരിമലയിൽ ആരെയും വിലക്കരുത്, അതായത് യുവതി പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ അന്ന് നിലപാടെടുത്തത്. എന്നാൽ അതിൽ നിന്ന് ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു. ഇന്ന് രാവിലെ ദേവസ്വം മന്ത്രി പറഞ്ഞത് ഇവിടെ ഈ ആചാരങ്ങളെ സംരക്ഷിക്കും, അത്തരമൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും യുവതി പ്രവേശനത്തെ അനുകൂലിക്കാൻ സർക്കാരിന് കഴിഞ്ഞുവെന്ന് വരില്ല. മാത്രമല്ല തെരഞ്ഞെടുപ്പ് പശ്ചാത്തലമുണ്ട്. അവിടെ അപ്പോൾ സർക്കാരിന് കൃത്യമായ നിലപാട് എടുക്കേണ്ടി വരും. എന്തായാലും നിലവിൽ നൽകിയിരിക്കുന്നത് വാദങ്ങളാണ്. ഈ 7 വിഷയങ്ങളിലും എന്താണ് സർക്കാരിന് പറയാനുള്ള, സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ് ഈ 7 വിഷയങ്ങളിലും സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിൽ ഒരു പ്രത്യേക മതാചാരം മതത്തിന്റെ അവിഭാജ്യ ഘടകമാണോ അല്ലയോ എന്ന ചോദ്യം തീരുമാനിക്കുമ്പോൾ സാധാരണയായി പരിശോധന ആ മതത്തെ പിന്തുടരുന്ന സമൂഹം അതിനെ അങ്ങനെയാണോ കണക്കാക്കുന്നുണ്ടോ ഇല്ലയോ എന്നതായിരിക്കണം എന്ന കാര്യം കൂടി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം അറിയിക്കുകയാണ്. അങ്ങനെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ആ പഴയ നിലപാടിൽ ചെറിയ മാറ്റം സർക്കാർ വരുത്തിയിരിക്കുന്നു. ശരി അച്യുതൻ, ഇതിൽ ഏറ്റവും പ്രധാനം 2016 പിണറായി വിജയൻ സർക്കാർ, ഒന്നാം സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് 2007 LDF സർക്കാരിൽ നിന്നും വ്യത്യസ്തമായി സ്വീകരിച്ച നിലപാടായിരുന്നു. അത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അത് തുല്യതയുടെ വിഷയമാണ് എന്ന ഒരു ഉറച്ച നിലപാട്, തുല്യതയിലൂന്നി ലിംഗസമത്വത്തിലൂന്നി ഒരു നിലപാട് 2016 പിണറായി വിജയന്റെ ഒന്നാമത്തെ സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ആ നിലപാടിൽ നിന്നും ഇപ്പോൾ സർക്കാർ പിന്നോട്ട് പോയിരിക്കുന്നു. അതായത് തുല്യതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ സർക്കാർ ഊന്നുന്നില്ല. ഈ റിലീജിയസ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് ഓരോ ആളുകളുടെയും വ്യക്തിപരമായ താല്പര്യം, വിശ്വാസത്തിൽ അനുസൃതമായ കാര്യങ്ങളാണെങ്കിൽ പോലും ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രതിഷ്ഠയുടെ അടക്കം പ്രത്യേകത പരിഗണിച്ച് അത് ഒരു പ്രത്യേക സംവിധാനമായി പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ആ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത്, നടപടിയെടുക്കേണ്ടത് മതപണ്ഡിതർ അടങ്ങുന്ന ബോഡിയാണ് എന്ന കാര്യമാണ് ഇപ്പോൾ സർക്കാർ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് മുൻപ് ഒരു ഹൈക്കോടതി വിധിയുണ്ട്. ആ ഹൈക്കോടതി വിധിയിൽ പ്രധാനമായും ഈ നിലയിൽ തന്നെ, അതായത് അവിടുത്തെ ഡിവോട്ടിയുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളൊക്കെ അതിൽ അന്ന് പറയുന്നുണ്ടായിരുന്നു. ആർത്തവമല്ല ഈ സ്ത്രീകളെ, ഈ പ്രായപരിധി സ്ത്രീകൾക്ക് നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട നിലപാടിലേക്ക് കടക്കാൻ അതിന്റെ ആധാരം ആർത്തവമല്ല എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ അന്നത്തെ ഹൈക്കോടതി ജഡ്ജ്മെന്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 2007 VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് ഈ വിഷയത്തിൽ ആദ്യമായി സംസ്ഥാന സർക്കാർ ഒരു നിലപാട് സുപ്രീം കോടതിയിൽ സ്വീകരിക്കുന്നത്. അന്ന് ഈ വിഷയത്തിൽ മതപണ്ഡിതർ തീരുമാനമെടുക്കട്ടെ എന്നുള്ളതായിരുന്നു നിലപാട്. പിന്നീട് 2016 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് ഈ വിഷയം കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ മതപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരല്ല എന്നും അതിൽ ആചാരവുമായി ബന്ധപ്പെട്ട ബോഡികളാണ് തീരുമാനമെടുക്കേണ്ടത് എന്നുള്ള നിലപാട് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ സ്വീകരിച്ചിരുന്നു. അതേ വർഷം തന്നെ കേരളത്തിൽ അധികാരമാറ്റം ഉണ്ടാകുകയും പിന്നീട് വന്ന ഒന്നാം പിണറായി സർക്കാർ ആ വിഷയത്തിൽ തുല്യതയിലൂന്നിയുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നത് ഊന്നി പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് പിന്നീട്
ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി ഉണ്ടാകുകയും ഒക്കെ ചെയ്തത്. പിന്നീട് വന്ന പെറ്റീഷനുകൾ അതിൽ റിവ്യൂ ചെയ്യാൻ സുപ്രീം കോടതി തീരുമാനിച്ച സാഹചര്യം ഒക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ ശബരിമല യുവതീ പ്രവേശനം അടക്കമുള്ള ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികളുണ്ട്. അപ്പോൾ ഈ ഹർജികളാണ് 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ മുന്നിലേക്ക് വന്നത്. ഈ 9-അംഗ ഭരണഘടനാ ബെഞ്ച് ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇന്നിപ്പോൾ സത്യവാങ്മൂലം സംസ്ഥാന സർക്കാർ സമർപ്പിക്കുമ്പോൾ അത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമല്ല, ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം വിഷയങ്ങൾ സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണോ സർക്കാരാണോ അതോ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട പണ്ഡിതർ അടങ്ങുന്ന ഏതെങ്കിലുമൊക്കെ ബോഡികളാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് 7 ഭരണഘടനാ ചോദ്യങ്ങൾ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത്. തുല്യതയിലൂന്നിയ വിഷയമായി ഇത് മുന്നോട്ട് പോകുമ്പോൾ പോലും ഈ ശബരിമലയുടെ കാര്യത്തിൽ ഡിവോട്ടിയുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾക്ക് അനുസൃതമായി അത് മറ്റൊരു വിഷയമാണ് എന്നുള്ള പരിഗണന അവിടെ വന്നിരുന്നു. അപ്പോൾ ഭരണഘടനയെ ലംഘിക്കാത്ത നിലയിൽ ഏത് നിലയിലാണ് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തേണ്ടത് എന്നുള്ള ചോദ്യമായിരുന്നു ഏറ്റവും പ്രധാനം. അതിൽ 7 ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മറുപടി സമർപ്പിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.